എല്ലാ TCV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണക്കൂട്ടുമായി TCV എത്തിയിട്ടുള്ളത് അമ്പലപുരം ആമക്കോട് എന്ന സ്ഥലത്താണ്. ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പഴയ കാലത്തെ ഓണം എങ്ങനെയാണോ അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓണക്കളികളും ഓണപ്പാട്ടുകളും ഒക്കെ ആയിട്ട് ഈ ഓണക്കാലം ശരിക്കും എല്ലാവരും ചേർന്ന് ഒരുമയോടെ ആഘോഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോഴും ആ പഴമയുടെ ഓണം എന്താണെന്ന് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ. ഒപ്പം തന്നെ നമുക്കായിട്ട് ഒരു വ്യത്യസ്തമാർന്ന ഓണ വിഭവം കൂടെ ഓണസദ്യയിൽ നമ്മൾ പൊതുവെ കഴിക്കാത്ത എന്നാൽ കഴിക്കാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഭവം കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓണക്കൂട്ടിൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണെന്ന് നമ്മൾ പറഞ്ഞു. അത് തയ്യാറാക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേരെന്താ? സരസ്വതി. ചേച്ചിയുടെ പേര്? സുജയ. രാധ. നിങ്ങളെല്ലാവരും ചേർന്നാണ് ഈ വിഭവം ഉണ്ടാക്കുന്നത് അല്ലേ? ഞാനിങ്ങനെ പറയായിരുന്നു, നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ അധികം ആർക്കും അധികം പരിചയമില്ലാത്ത ഒരു വിഭവമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്താണ് ഐറ്റം ഇതുവരെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാലോ? പഴംപുളിശ്ശേരി. അതാണ് മാമ്പഴ പുളിശ്ശേരി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളൊരു മാമ്പഴ സീസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ്. പക്ഷേ പഴം പുളിശ്ശേരി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണോ? എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആണ്, ഓണത്തിന് എന്തായാലും ഉണ്ടാക്കും. അതിങ്ങനെ പണ്ട് മുതലേ കൈമാറി കിട്ടിയ ഒരു രുചിയാണോ? വീട്ടിൽ പണ്ട് മുതലേ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കും. അപ്പൊ ഞാൻ മാത്രമേ കഴിക്കാത്തുള്ളൂ. എന്തായാലും പഴം പുളിശ്ശേരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് നോക്കിയാലോ? ആദ്യം നേന്ത്രപ്പഴം വേണം. അതാണ് നേന്ത്രപ്പഴം. നല്ല പഴുത്ത പഴം വേണം. ഒരു വിധം പഴുത്തത്, അല്ലാതെ അങ്ങോട്ട് പഴുക്കാനും പാടില്ല. അതിങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ട്. പിന്നെ ശർക്കര വേണം. നാളികേരത്തിന്റെ കൂടെ ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് അരച്ച് വെക്കണം അല്ലെ? അധികം നല്ല അരയണോ? ഒരു വിധം അവിയലിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് അരയണം. അങ്ങനെ അരക്കണം. പിന്നെ അതിലേക്ക് ഉപ്പ്, തൈര്, മഞ്ഞൾപ്പൊടി, പിന്നെ ലാസ്റ്റ് നെയ്യ്. ഇത്രയും ഐറ്റംസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പഴം പുളിശ്ശേരി തയ്യാറാക്കാൻ പറ്റും അല്ലേ? അപ്പോ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? നല്ല മൺചട്ടിയിലാണ് നമ്മള് പുളിശ്ശേരി വെക്കുന്നത് അല്ലേ? അപ്പൊ അതിലേക്ക് മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു രീതിയൊക്കെ തന്നെയാണല്ലേ? അതിലേക്ക് നല്ല പഴുത്ത പഴം മുറിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഴം നല്ല മധുരമുള്ള പഴമായിരിക്കും, അതായിരിക്കും വേണ്ടതല്ലേ? നല്ല മധുരമുള്ള പഴുത്ത പഴം. ഇപ്പൊ 2 പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ? നമ്മള് 2 നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എത്ര പേർക്ക് കഴിക്കാം? എത്രത്തോളം ഉണ്ടായിരിക്കും? ഇതിപ്പോ ഒരു 8-10 പേർക്ക് കഴിക്കാം. ആഘോഷമായിട്ട് ഓണത്തിന് ഉണ്ടാക്കാനുള്ള അത്രയും തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കണോ? അങ്ങനെയാണോ? തിളക്കണം. ഒരുവിധം വേവാകുമ്പോഴാണ് ശർക്കര ചേർത്താൽ പിന്നെ അത് വേവില്ല. അത്രേ വേവാവൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ വേവ് പാകത്തിനാവുന്ന വരെ നമ്മൾ അതിൽ ശർക്കര ചേർക്കില്ല. കറക്റ്റ് പാകമായി കഴിഞ്ഞാൽ ശർക്കര ചേർക്കും. അതാണ് അതിന്റെ ടെക്നിക്സ് അല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് ഓണത്തിന് നിങ്ങളുടെ വീട്ടില് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉണ്ടല്ലോ, ആ കൂട്ടത്തില് പഴംപുളിശ്ശേരി എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഏതെങ്കിലും ഈ 4 ഓണത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കും. 4 ഓണത്തിന് 4 ദിവസം നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോ അതിൽ ഏതെങ്കിലും ഒരു ദിവസം നിർബന്ധമാണ് അല്ലേ? ഇവിടെ എങ്ങനെയാ വീട്ടില്? അത് തന്നെയാണ്. അവിടെ 2 ഓണാണ്. അങ്ങനെ 2 ഓണത്തിന്റെ വിഭവങ്ങളിൽ ഒന്ന് ഇതാണല്ലേ? ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയാ? 4 ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ പഴംപുളിശ്ശേരി ഉണ്ടാക്കും. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു രീതി പണ്ട് മുതലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. അതെന്താ എല്ലാവരും ഒന്നും ഉണ്ടാക്കാത്ത? അറിയില്ല, പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഞങ്ങളുടെ തറവാട്ടില് അത് ഉണ്ടാക്കുന്നതാണ്. അമ്മ അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങള് 3 പേരും ഇവിടെ അയൽക്കാരാണോ? ഇങ്ങനെ കൂട്ടുകാരാണോ? നിങ്ങൾ അടുത്താണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ നല്ല റെസിപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? വീട് കുറച്ച് മാറിയിട്ടാണ് അവിടെ, അതുകൊണ്ട് അധികം കിട്ടാറില്ല എന്നാണ്. ഇവർ 2 പേരും അടുത്തായതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് കൈമാറും. ഇത് കുറച്ചപ്പുറത്തായതുകൊണ്ട് എത്താൻ കുറച്ച് വൈകും അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ പഴുത്ത പഴമാണ്. അതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് വേവണം. അങ്ങനെ നമ്മൾ പഴം അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ എങ്ങനെയാ, വെന്തിട്ടുണ്ടാവോ? ഏകദേശം ഒന്ന് നോക്കിയാലോ നമുക്ക്? തുറന്നു നോക്കാം. പഴം വേവിക്കുമ്പോ ഉള്ള ആ ഒരു മണം വരുന്നുണ്ട് അല്ലേ? ഇത്രയും മതി. ഇനി ശർക്കര ഇടാനായിട്ട് പോവാണല്ലേ? ശർക്കര ഇടുമ്പോ എത്ര ശർക്കര ഇടണം? അപ്പൊ ഇതിനിപ്പോ ഒരു
നമ്മളൊരു 250 ശർക്കര ഇട്ടിട്ടുണ്ട്. ആ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ആ അടി പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴം ഇതിലേക്ക് ശർക്കര ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വേവൊരു പാകത്തിനാവുമ്പോഴാണ് ശർക്കര ഇടേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ. ആ അല്ലെങ്കിൽ നമുക്കത് ശർക്കര ഉരുക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്നാവും. പക്ഷെ അപ്പോഴും പഴത്തിന്റെ കൂടി ഇട്ടാൽ പഴം വേവില്ല. ശർക്കര പഞ്ചസാര ചേർത്ത ആ സാധനങ്ങൾ പിന്നെ വേവില്ല അല്ലേ? ടിപ്പാണ്. പായസത്തിലൊക്കെ പായസം നമ്മൾ ഒരുവിധം വെന്ത് കഴിഞ്ഞാലാണ് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നേർത്തു പോവും, പഞ്ചസാര ഇട്ടാൽ നേർത്തു പോവും. അപ്പൊ ഒരുവിധം പാകം ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് ചേർക്കാം. ഇത് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണല്ലോ? മാമ്പഴപ്പുളിശ്ശേരിയാണോ പഴംപുളിശ്ശേരിയാണോ കൂടുതൽ ഇഷ്ടം? അത് മാമ്പഴപ്പുളിശ്ശേരി. എന്നെ സംബന്ധിച്ച് പഴംപുളിശ്ശേരിയാണ്. മാമ്പഴത്തിന് പകരം നേന്ത്രപ്പഴം വരുന്നു. കൂടുതൽ ഇഷ്ടം ഏതാ? മാമ്പഴം ആണ്. എനിക്ക് പഴംപുളിശ്ശേരി ഇഷ്ടം. അതെ, രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. മാമ്പഴശ്ശേരി ഞാൻ വയ്ക്കുന്ന ആള് കഴിക്കില്ല, എനിക്കിഷ്ടമില്ല. ഞാൻ നന്നായി വെക്കും, പക്ഷെ കഴിക്കില്ല. ഒന്നുകൂടെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ഒന്നൊരു വറ്റിയൊരു നല്ലൊരു പാകം ആവുമ്പോ അരപ്പ് ചേർക്കണം. അരപ്പെന്ന് പറയുമ്പോ നമ്മൾ എത്ര നാളികേരം എടുത്തിട്ടുണ്ട് അതില്? ഇതില് ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങ, ഒരു 4 പച്ചമുളക്, കുറച്ചൊരു ജീരകം. അതിങ്ങനെ നല്ല ഒരു അവിയലിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് അരച്ചെടുത്തിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടിൽ ഞാൻ തന്നെയുള്ളു, വേറെ ആരുമില്ല. ചേച്ചിയുടെ വീട്ടിലോ? എന്റെ വീട്ടില് ഞാൻ ഹസ്ബൻഡാണ്. ഇപ്പോ ഒരു മകനും മകളും ഉണ്ട്. മകള് കല്യാണം കഴിഞ്ഞ് മാളയിലാണ് താമസം. മകൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. അവരെ എങ്ങനെ ഓണത്തിന് വരുന്നുണ്ടോ? വരും. മകൻ ഒരു 10 ദിവസം അവന് ഓഫീസിൽ നന്ദി, പിന്നെ വർക്ക് ഫ്രം ഹോം ആണ് 20 ദിവസം മാസത്തില്. അപ്പൊ അത് കാരണം വീട്ടിൽ ഓണത്തിന് അവരൊക്കെ എത്തും അല്ലേ? എത്തും. അവിടെ എങ്ങനെയാ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും മരിച്ചു, പിന്നെ ഹസ്ബൻഡും മരിച്ചു. മക്കള് 3 ആളുണ്ട്. അല്ല, 3 ആളുടെയും കല്യാണം കഴിഞ്ഞു. മൂത്ത ആളുടെ വീടാണിത്. രണ്ടാമത്തെ ആളുടെ വീടാണ് ഇപ്പൊ ഞാൻ. അത് കുറച്ചങ്ങ് നീങ്ങിയിട്ട് താമസിക്കും. ബാക്കിലാണ് വീട് ശരിക്കും. ഓണത്തിന് എല്ലാവരും കൂടും. അപ്പൊ പിന്നെ പഴംപുളിശ്ശേരി ഒക്കെ ആയിട്ട് അടിച്ചു കൊടുക്കും അല്ലേ? ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? CDS മെമ്പറാണ്. നമുക്ക് അരപ്പ് ചേർക്കേണ്ട ഒരു പരിവായിട്ടുണ്ടല്ലേ? ആ പായസം പോലെ ഇരിക്കുന്ന നമ്മള് പഴം പരട്ടിയതൊക്കെ പോലെ ഇരിക്കുന്നതിലേക്ക് നമ്മള് അരപ്പ് ചേർത്തപ്പോ ആളുടെ രൂപമാകെ മാറി. ഇത് നമ്മള് ഇതുപോലെ ഒരു സാധാരണ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴും മൺചട്ടിയിൽ തന്നെയാണോ ഉണ്ടാക്കുക? ഞാൻ വീട്ടില് പുളിശ്ശേരികളൊക്കെ ഞാൻ ചട്ടിയിലാണത് ഉണ്ടാക്കുക. പക്ഷെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. സമയം എടുക്കും, ടേസ്റ്റ് ഉണ്ടാവും. സമയം എടുത്താൽ എന്താ, നല്ല ടേസ്റ്റിൽ കഴിക്കാലോ. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ? ശരിക്കും പറഞ്ഞാല് പഴമൊക്കെ ആകുമ്പോ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കണ്ട. തൈര് ഒഴിച്ച് തിളച്ചാൽ നേർക്കും. അതുകൊണ്ട് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം ഒന്ന് പതഞ്ഞു വരുമ്പോ എടുക്കണം അല്ലേ? അതായത് നമ്മുടെ കറി റെഡി ചെയ്യുന്നതാണോ അതിനർത്ഥം? റെഡി ചെയ്യുന്നതാണ് അർത്ഥം. ഇതിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കും. അത്രേ ഉള്ളൂ. എളുപ്പത്തില് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാലോ അല്ലേ? അതുകൊണ്ട് അത് തെരഞ്ഞെടുത്ത്. എളുപ്പമാണെന്ന് മാത്രമല്ല, കുറച്ച് വെറൈറ്റി ആണ്. അങ്ങനെ എല്ലാവരും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ TCV പ്രേക്ഷകരിൽ എന്നെ പോലെ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണത്തിന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അതെ. ഇപ്പൊ ശരിക്കും ഒരു കളറൊക്കെ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു രൂപമൊക്കെ ആയിട്ടുണ്ടല്ലേ? അപ്പൊ തൈര് ഒഴിക്കുന്നതോടുകൂടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നെയ്യ് ഒഴിക്കാം. ഇനി അണച്ചോളൂ, അണച്ചോളൂ. തീയ കെടുത്താ അല്ലേ? നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടാം. ഇതിൽ കടുക് വറക്കേണ്ട ആവശ്യമില്ല. ഇല്ല അല്ലേ? അത് മാമ്പഴപ്പുളിശ്ശേരിക്കും അങ്ങനെ തന്നെയാണോ? കടുക് വറക്കും. നന്നായി മുളകൊക്കെ ചേർത്ത്. അപ്പൊ എന്താ ഇതില് കടുക് വറക്കണ്ട? അങ്ങനെയാണ് ഇതിന്റെ. അങ്ങനെയാണ്.
നമ്മള് വിചാരിച്ചതിലും എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഈ പഴം പുളിശ്ശേരി എടുക്കാനായിട്ട് പറ്റും. ഈ മാമ്പഴം നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ, പക്ഷെ പഴം എപ്പോഴും കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതന്നെ. അപ്പൊ റെഡിയായി. നാളികേരം തൈരൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. ഇതാ ഒരു മൺചട്ടിയിലും കൂടെ ആവുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലേ? ഇപ്പൊ കളർ വന്നിട്ടില്ലേ? ശരിക്കും നല്ല മാമ്പഴപ്പുളിശ്ശേരിയായി ഇപ്പൊ. സോറി, പഴംപുളിശ്ശേരി. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. പക്ഷെ നല്ല ചൂടാണ്. പക്ഷെ ആ മണൊക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു മാമ്പഴപ്പുളിശ്ശേരി പോലെ തന്നെയാ കാണുമ്പോഴും മണം കിട്ടുമ്പോഴൊക്കെ കേട്ടോ. കാണുമ്പോഴും ആ മണം വരുമ്പോഴും ശരിക്കും മാമ്പഴപ്പുളിശ്ശേരി പോലെ തന്നെയുണ്ട്. ഇനി ടേസ്റ്റ് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. അതറിയാനാണ് എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. കാരണം എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് പഴത്തിൽ വരുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നോക്കട്ടെ. നിങ്ങൾ നല്ല മധുരവും ശരിക്കും മാമ്പഴപ്പുളിശ്ശേരി പോലെ തന്നെ പഴമാണെന്ന് ശരിക്കും തോന്നുന്നില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണല്ലോ, നെയ്യ് മാത്രമേ കൂടുതൽ ഒഴിക്കുള്ളൂ. പിന്നെ നമ്മള് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കുമ്പോൾ മാമ്പഴത്തിന്റെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കും. എനിക്കിത് പഴമാണെന്ന് തോന്നുന്നില്ല. ആ മാമ്പഴത്തിന്റെ മധുരം വരില്ലേ, ഇതില് പഴത്തിന്റെ മധുരം ഉണ്ട്, ശർക്കര ഉണ്ട്, അങ്ങനെയൊക്കെ കൂടെ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഫീല് തന്നെയാ കിട്ടണേ. ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല രസമുണ്ട്. എന്നിട്ട് പഴം എനിക്ക് വേവിച്ചത് ശരിക്കും പറഞ്ഞാൽ അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഇതിൽ ആ പഴത്തിന്റെ ഫീൽ ഇല്ല. ഇഷ്ടമായി. ചുരുക്കി പറഞ്ഞാ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇനി ഒരു മാമ്പഴ സീസൺ അല്ലെങ്കിൽ പോലും മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ ഒരു കൊതി തോന്നി കഴിഞ്ഞാൽ പഴം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ കുറച്ച് സമയം മതി, കുറച്ച് സാധനങ്ങൾ മതി അല്ലേ? മാമ്പഴ പുളിശ്ശേരി ആകുമ്പോൾ നമ്മൾ കടുക് വറക്കുന്ന ഒരു എക്സ്ട്രാ പണി കൂടി ഉണ്ട്. അതുപോലും ഇല്ല, അതിനു മുമ്പേ പണി തീർക്കാൻ പറ്റും. അങ്ങനെ അടിപൊളി ഒരു ഐറ്റം ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ TCV പ്രേക്ഷകരിൽ എന്നെ പോലെ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ. കാരണം മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ താങ്ക് യു, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിന്. ഇത്തവണ ഓണത്തിന് എന്തൊക്കെയാ വിഭവങ്ങൾ ഒരുക്കണേ? പ്ലാൻ ആയിട്ടുണ്ടോ? ഞങ്ങൾ ഓണത്തിന് സാധാരണ 4 കറി എന്ന് പറയും. ഞങ്ങളുടെ തറവാട്ടിൽ അങ്ങനെയാണ്. അതായത് കാളൻ, ഓലൻ, എലിശ്ശേരി, സാമ്പാറല്ല, സാധാരണ പായസം. 4 കറി എന്ന് പറയുന്നത് ഇതും കൂടെ മധുരക്കറി എന്ന് പറയും. പായസം കൂടെ ഉൾപ്പെട്ടാൽ 4 കറി. അവിയലൊക്കെ പിറ്റേ ദിവസം വെക്കുള്ളൂ. ഓ, അങ്ങനെയാണ്. അപ്പൊ തിരുവോണ ദിവസം ഈ 4 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വറുത്തപ്പേരി ഉണ്ടാവും, ഇഞ്ചിമുളി, നാരങ്ങ ഒക്കെ ഉണ്ടാവും, പപ്പടം, പഴനുറുക്ക്, അങ്ങനെയൊക്കെയാണ് രീതികൾ. ഓ, അപ്പൊ ഈ ഇഞ്ചമ്പുളിയും അതുപോലെ തലേ ദിവസം പഴംനുറുക്കൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കാം. പഴംനുറുക്ക് രാവിലെ, ഇഞ്ചിമുളി നാരങ്ങയൊക്കെ 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കും. പഴംനുറുക്ക് എന്ന് പറയുന്നത് പഴം പുഴുങ്ങുന്നത്. പഴം മുറിച്ചിട്ട് കായ വറുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തലേ ദിവസം കാളനൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കും. ഇവിടെ എങ്ങനെയാ? അതന്നെ, അതേ രീതികളൊക്കെ തന്നെയാണ് അല്ലേ? 5 ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 5 എല്ലാ വിശേഷങ്ങൾക്കും 4 കറിയാണ് ഉണ്ടാക്കുക. ഞങ്ങൾ 5 തരം കറി. അവിടെ ഏതാ 5ാമത്തെ ഐറ്റം ഏതാ? അത് സാമ്പാർ, പുളിയിഞ്ചി, നാരങ്ങ. സാമ്പാർ ഉണ്ടാക്കും, പക്ഷെ 4 കറിയിൽ ഉൾപ്പെടുന്നത് സാമ്പാർ ഇല്ല. ഞങ്ങള് 5 തരം. പുളിയിഞ്ചി, നാരങ്ങ പ്രത്യേകത അതിനാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓണത്തിന്റെ സദ്യ വിശേഷങ്ങൾ അല്ലേ? അവിടെ എന്താ വിശേഷം? ഓണത്തിന് ഇതുപോലെ 4 കറി 5 കറി ഈ രീതികളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ്. കുറെ പേരുണ്ട് ശരിക്കും നമ്മുടെ കൂടെ. എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടാലോ? പേരെന്താ? വിജയ. ഇവിടെ അടുത്ത് തന്നെയാണോ എല്ലാവരുടെയും വീട്? അടുത്ത് തന്നെയാ വീട്. എൻ്റെ പേര് ധന്യ വിജോഷ്. ഇവിടെ കൗൺസിലർ ആണ് അല്ലേ? വീട് ഇവിടെ അടുത്താണോ? നിങ്ങളുടെ എല്ലാവരുടെയും വീടും അയൽക്കാരാണ്? അതെ, എല്ലാവരും അയൽക്കാരാണ്. നിങ്ങൾ എങ്ങനെയാ ഓണം ആഘോഷിക്കാറൊക്കെ ഉണ്ടോ ഇവിടെ എല്ലാവരും കൂടെ? എല്ലാവരും കൂടിയിട്ട് ഓണപ്പാട്ടൊക്കെ പാടി എല്ലാവരും ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഒരു 2:30-3 മണിയാകുമ്പോൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഈ സെൻറ്ററിൽ ഒത്തുകൂടും. എന്നിട്ട് ഇവർ പഴയകാല കളികളും ഓണപ്പാട്ടൊക്കെ പാടിയിട്ട് ഇവിടെ നല്ല ആഘോഷമാണ്. അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും ചേർന്നുള്ള ഓണമാണല്ലേ? ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉള്ള ഒരു സെലിബ്രേഷൻ മൂഡാണ് ഇവിടെ അല്ലേ? അതെ. ഞാൻ എന്നെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ശേഷം ഇവിടെ വന്നപ്പോഴാണ് ഇവരുടെ ഈ കളികളൊക്കെ കണ്ട്. എൻ്റെ അവിടെ ഇങ്ങനത്തെ കളികളൊന്നും ഉണ്ടാവാറില്ല. എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് നമ്മൾ പണ്ടൊക്കെ കാണുന്ന രീതിയിൽ കുറേ കളികളും ഒക്കെ ആയിട്ട് ഓണക്കളികളായിട്ട് പോവാണ് അല്ലേ? എന്തൊക്കെയാണ് സാധാരണ ഇവിടെയുള്ള ഓണക്കളികൾ? ഓണക്കളികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേരുടെ കളികളുണ്ടാവും, ഉറിയടി അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. പിന്നെ സ്പെഷ്യൽ ഇവിടെ ഈ അമ്മമാരുടെ ഓണക്കളിയാണ് ഇവിടുത്തെ. പഴയ ഓരോരോ കളികളാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? നമുക്കിപ്പോൾ പലർക്കും പുതിയ ആളുകൾക്കൊന്നും
ഇത് അറിയുന്നുണ്ടാവില്ല അല്ലേ? ഇവരോട് തന്നെ ചോദിക്കാം അല്ലേ? ആരാണ് അങ്ങനെ പഴയ ഓണക്കളികളെ കുറിച്ചൊക്കെ പറഞ്ഞു തരണേ? കയ്യോട്ട് കളി കളിക്കുക, ഓണത്തിന് കളിക്കാറുണ്ട്. അതെല്ലാ കൊല്ലവും ഞങ്ങൾ എല്ലാവരും കൂടി ഊണ് കഴിഞ്ഞ് വന്ന ഒരു 5 മണി 6 മണി വരെ ഞങ്ങൾ കളിക്കും. അതിപ്പോ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിക്കുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. പാട്ടൊക്കെ വെച്ച് എല്ലാവരും ചേർന്ന് അങ്ങനെ കളിക്കും. ഓരോരുത്തർ പാടി കളിക്കും, കയ്യോട്ട് കളി കളിക്കും ഓണത്തിന്. എന്താ പഴയ ഓർമ്മകൾ, ഓണ ഓർമ്മകൾ എന്തൊക്കെയാ? ഞങ്ങൾക്ക് അങ്ങനെ കളിയൊന്നും അറിയില്ല, അവരുടെ കൂടെ കൂടുന്നല്ലാണ്ട്. ഇവരെല്ലാരും കൂടെ ചേരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർന്ന് അങ്ങനെ കളിക്കും അല്ലേ? പിന്നെ നമ്മൾ പരിചയപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലേ ഇവിടെ? എൻ്റെ പേര് കൗസല്യ. കൗസല്യ. അവിടെ എല്ലാവരുടെയും പേരൊന്ന് പറയൂ. കല്യാണി, ഇവിടെ അടുത്ത വീട്. പേര് ഡിനി. അപ്പോ ഇവിടെ എല്ലാവരും പഴയ രീതിയിലുള്ള ഓണക്കളികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ ഇതിന്റെ കൂടെ കൂടി അതിൽ ജോയിൻ ചെയ്യാറുണ്ടോ? അതെ അതെ, നമ്മളിപ്പോൾ എല്ലാവരും ബന്ധുക്കളുടെ അടുത്ത് കൂടുമ്പോൾ ഇവിടെ നാടൊന്നിച്ചാണ് ഓണാഘോഷം. അത് കുറച്ചൊരു വ്യത്യസ്തമായ ഓണാഘോഷമായിരിക്കും അല്ലേ? എല്ലാവർക്കും വീട്ടിൽ ഊണ് കഴിഞ്ഞാൽ എല്ലാവരും നാട്ടിലേക്ക് ഇറങ്ങും, ഇവിടെ ഒത്തുകൂടും. പിന്നെ ഉറിയടി, പാട്ട്, ഡാൻസ്, വടംവലി, അങ്ങനെ എല്ലാം പിന്നെ എല്ലാതരം കളികളും ഉണ്ട്. പിന്നെ വൈകിട്ടാണ് പിരിയ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടത്തെ ഒരു ഓണാഘോഷം അത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഓണാഘോഷമായിരിക്കും അല്ലേ? സാധാരണ ഇപ്പൊ എല്ലാവരും വീട്ടില് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതിന് പകരം ഇവിടെ പഴയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ. പേരൊന്ന് പറയോ? സുശീല. എങ്ങനെയാ പഴയ ഓണക്കളികളൊക്കെ? അതേപോലെ തന്നെ ഉണ്ട്. തിരുവോണം ദിവസം 2 മണിക്ക് ഞങ്ങൾ കളിക്കാറിറങ്ങും, പിന്നെ 6 മണിയായിട്ട് അവസാനിപ്പിക്കും. പിന്നെ രാത്രി വീണ്ടും 8 മണിയായി ഇറങ്ങിയ പിന്നെ ഒരു 1 മണി വരെ കളിക്കും രാത്രി. പിന്നെ 4 ഓണത്തിന് ഞങ്ങൾ ആറാപ്പ് വിളിച്ചിട്ട് രാത്രി 12 മണി 1 മണി ആകുമ്പോഴാണ് പിരിയുക. അതെയോ? അപ്പൊ ഓരോ ഓണത്തിനും നമ്മളിങ്ങനെ ഒരുപാട് ഓർമ്മകളായിട്ടാണ് ഓണത്തെ വിടുക അല്ലെ? പിന്നെ വീണ്ടും അടുത്ത ഓണത്തിനായിട്ടുള്ള കാത്തിരിപ്പായിരിക്കും അല്ലെ? ഓരോ ഓണക്കാലം എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആണ് നമുക്ക് അല്ലെ? പേര് പറയൂ. പ്രേമ. എന്താ ഓണക്കളികള് ഇതുപോലെ ഇങ്ങനെ പഴയ പഴയ ഓരോ കളികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ബാക്കിയുള്ളവർക്ക്? എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ കളിക്കും, അങ്ങനെ തന്നെ എല്ലാവരും കൂടെ അങ്ങനെ ചേർന്ന് വട്ടക്കളി കളിക്കുക, കൈകൊട്ടുകളി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. അപ്പൊ പറഞ്ഞു അറിയുന്നവരെ അറിയാത്തവർക്ക് പറഞ്ഞ് അങ്ങനെ അങ്ങനെ കുട്ടികളെയൊക്കെ ഒപ്പം നിർത്തി ഞങ്ങൾ ഇങ്ങനെ കളിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമാർന്ന ഒരു ഓണാഘോഷമാണ് നിങ്ങളുടെ അല്ലെ? ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് കുറച്ചൊന്ന് സ്പെഷ്യലാണ്. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഓണമാണ് നിങ്ങൾക്ക് എല്ലാ വർഷവും ഉള്ളത് അല്ലെ? അപ്പൊ ഓരോ ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം എല്ലാവർക്കും എന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവുക. കാരണം പലർക്കും അത് അങ്ങനെ അറിയുന്നുണ്ടാവില്ല, ഇങ്ങനെ എല്ലാവരും ചേർന്നുള്ളൊരു. ഇപ്പൊ എല്ലായിടത്തും ഓണാഘോഷമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഓണാഘോഷം അല്ലല്ലോ. അപ്പൊ ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ അല്ലേ? നിങ്ങളെ പോലെ ആഘോഷിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോ ശരിക്കും എല്ലാവരുടെയും ഒരു കുടുംബം പോലെയാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒരു കുടുംബം പോലെ ആഘോഷിക്കുന്ന ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. അപ്പൊ ഇതുപോലെ പഴം പുളിശ്ശേരിയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്നുണ്ടാവല്ലോ. കാരണം നിങ്ങൾ ഇത്രയും ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും TCV ഓണക്കൂട്ടില് നമുക്ക് ഒരുപാട് നല്ല വിശേഷങ്ങളും ഓണ ഓർമ്മകളും ഒക്കെ പങ്കുവെച്ച് നമുക്ക് ഇവരുടെ ഒരു ഓണപ്പാട്ടുകൂടെ കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു ഓണപ്പാട്ട് എല്ലാവരും ചേർന്ന് പാടിത്തരോ? ഓണം വന്നു തിരുവോണം ഓണമാണു നമുക്കെല്ലാം വേണുവും ബാലരും വന്നു പാടുതിപ്പോഴേ തതൈത ചുവാരി മുറ്റമല്ല പൂവിരിപ്പൂ ചമയ്ക്കണം ഓടണം കൂട്ടി കൂട്ടണം തതൈത നാളെയാണു മാവേലിതൻ നാടൂനീളെ വരുന്നത് നന്നു പാടു തീർപ്പഴും തതൈത ഒച്ചാരിന്നു വരും നേരം ഇച്ഛ പോടെ തരുന്നല്ല മെച്ചാമേറും മുണ്ടുടുപ്പും കൊച്ചു പാവയും തതൈത മേളമായി കളിക്കണം നീളെ നീളെ ചലിക്കണം ഓടണം ചാടണം നല്ല പാടു പാടണം തതൈത ഓടണം ചാടണം നല്ല പാട്ടു പാടണം തതൈത ഓട്ടോ ആർപ്പോ